നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ വനിതാ ബിൽ അവതരണം കൊണ്ടുവരികയും എന്നാൽ അതിൽ ദയനീയമായി BJP പരാജയപ്പെടുകയും ചെയ്തു. യഥാർത്ഥത്തിൽ 12 വർഷക്കാലയളവിനിടയിൽ BJP ഏറ്റ ഏറ്റവും ശക്തമായ തിരിച്ചടിയാണ് പ്രതിപക്ഷത്തിന്റെ കയ്യിൽ നിന്നുള്ളത്. അവിടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ടത് പ്രതിപക്ഷത്തിന്റെ ഓരോ അംഗങ്ങളുടെയും സംസാരങ്ങൾ, അവർ അവതരിപ്പിച്ച ഓരോ കാര്യങ്ങൾ ഇന്ത്യൻ ജനതയുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ BJP നേതാക്കന്മാരുടെ ഹൃദയത്തിൽ തറച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവരെന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്? ഭാരതത്തിൽ 543 ലോകസഭാ സീറ്റുകൾ നിലവിലുണ്ടെന്നിരിക്കെ അത് 2023 രാജ്യസഭയിലും ലോകസഭയിലും പാസാക്കപ്പെട്ട ഒരു വനിതാ സംവരണ ബിൽ പ്രസിഡന്റ് ഒപ്പിട്ട് നിയമമായി മാറി. ആ നിയമമായി മാറിയ വനിതാ സംവരണ ബിൽ ഇന്നലെ വീണ്ടും അവതരിപ്പിച്ചു. എന്തിനവതരിപ്പിച്ചു? ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന BJP ആഗ്രഹിക്കുന്ന വലിയ ഒരു കടമ്പ ഈ വനിതാ സംവരണ ബില്ലിൽ പൊതിഞ്ഞു വെച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ പൊതിഞ്ഞു വെച്ചിരുന്ന ഡീലിമിറ്റേഷൻ പാസ്സാക്കാൻ അവർ കണ്ട മറയാണ് ഇന്ത്യയിലെ സ്ത്രീകൾ എന്നുള്ളത്. യഥാർത്ഥത്തിൽ 543 സീറ്റിന്റെ 33% സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് ഈ ബില്ല് പാസ്സാക്കണമെന്നാണ് രാഹുൽ ഗാന്ധി അവിടെ സംസാരിച്ചത്. രാഹുൽ ഗാന്ധി സംസാരിച്ചത് 543ന്റെ 33% സംവരണമാണ് നിങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഈ സെക്കൻഡിൽ ഞങ്ങൾ അത് പാസ്സാക്കാൻ, ഇംപ്ലിമെന്റ് ചെയ്യാൻ കൂടെ നിൽക്കും. പക്ഷെ അത് BJP തയ്യാറല്ല. കാരണം എന്താണ്? ഈ പുരുഷ മേധാവിത്വത്തെ എന്നും ഭയപ്പെട്ടിരുന്നു. 1999 1989 രാജീവ് ഗാന്ധി കൊണ്ടുവന്നപ്പോഴും ഈ മേധാവിത്വം ഒരു പ്രശ്നം തന്നെയായിരുന്നു. 2009-10 പ്രശ്നമായിരുന്നു, പ്രതിസന്ധികളായിരുന്നു. പുരുഷന്മാർക്ക് സീറ്റ് നഷ്ടപ്പെട്ടു പോകരുത്. അങ്ങനെയെങ്കിൽ സ്ത്രീകൾ ഇക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ വരുന്നില്ല. സ്ത്രീ പ്രാതിനിധ്യവും ആർട്ടിക്കിൾ 15-ന്റെ 3 മൗലിക അവകാശങ്ങളിൽ പെടുന്ന സ്ത്രീ സംസ്ഥാനത്ത് നൽകുന്ന റെപ്രസെന്റേഷനെ പറ്റി പറയുന്നത് നടപ്പിലാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ സ്ത്രീകൾക്ക് അഡീഷണൽ ആയിട്ട് ഡീലിമിറ്റേഷനിലൂടെ അഡീഷണൽ ആയിട്ട് 307 സീറ്റുകൾ കൊണ്ടുവന്ന്, അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ സ്ത്രീ ശാക്തീകരണം പറയുന്നവർ ഒരു കാര്യം വളരെ വ്യക്തമായി പറയേണ്ടിയിരിക്കുന്നു. 543 സീറ്റുകളിൽ നിന്ന് 33% കൊടുക്കാൻ തയ്യാറുണ്ടോ? അഡീഷണൽ ആയി കൊണ്ടുവരുന്ന 307 സീറ്റുകളിൽ നിന്ന് കൊടുക്കാമെന്ന് പറയുന്നതിന്റെ അർത്ഥം ഇന്ത്യ മഹാരാജ്യത്ത് സ്ഫോടനാത്മകപരമായ ജനസംഖ്യ വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ജനസംഖ്യാ നിയന്ത്രണം ഉണ്ടാകണമെന്നും ആ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകം ആനുകൂല്യങ്ങൾ വരെ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി പല പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കി. അത് യഥാർത്ഥത്തിൽ നടപ്പിലാക്കിയ തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളാണ്. ആ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം കുറയ്ക്കുക, ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം കുറയ്ക്കുക എന്നൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡീലിമിറ്റേഷൻ കൊണ്ടുവന്ന് ഇവിടുത്തെ സ്ത്രീകളുടെ സംവരണ ബില്ലുമായി കൂട്ടിക്കെട്ടി. ആർട്ടിക്കിൾ 14 പറയുന്ന സമത്വം എവിടെ? ആർട്ടിക്കിൾ 15-ന്റെ 3 പറയുന്ന സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന നൽകാൻ സംസ്ഥാനങ്ങൾ നൽകുന്ന പരിഗണന എവിടെ? ആർട്ടിക്കിൾ 16 പറയുന്ന സമത്വ അവകാശങ്ങൾ എവിടെ? അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾ 330A, ആർട്ടിക്കിൾ 332A പോലെയുള്ള പുതിയ വ്യവസ്ഥകൾ മൂലം ലോകസഭയിലും രാജ്യസഭയിലും പാസാക്കിയ വനിതാ സംവരണ ബിൽ നടപ്പിലാക്കപ്പെടുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഈ വനിതാ സംവരണ ബില്ലുകൾ പാസാക്കാതെ അതിന്റെ മറവിൽ ഡീലിമിറ്റേഷൻ, അവർക്കറിയാം ഇവിടെ ജനസംഖ്യ ആധിക്യവുമായി ബന്ധപ്പെട്ടെടുത്തിട്ടുള്ള നിലപാടുകൾ കൃത്യമായി നടപ്പിലാക്കിയതാര്, അതുപോലെ ജാതി സെൻസസ് എടുക്കാതെയുള്ള നീക്കങ്ങൾ,
പിന്നോക്ക വിഭാഗങ്ങളെ പിന്നെയും പിന്നോക്കത്തിലേക്ക് എത്തിക്കുന്ന നിലപാടുകൾ, ഇതൊക്കെ യഥാർത്ഥത്തിൽ കൃത്യമായി ചോദ്യം ചെയ്യുന്നതിനും അത് ലോകസഭയിൽ പരാജയപ്പെടുത്തുന്നതിനും ഇന്നലെ കഴിഞ്ഞു എന്നതുകൊണ്ട് ഒരു ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോഴാണ് നാം മനസ്സിലാക്കേണ്ടത്, അപ്പോൾ എന്തുകൊണ്ട് കേരളത്തിലായിരിക്കും ഇത്രയും സോഷ്യൽ മീഡിയ തള്ളുള്ളത്? വളരെയേറെ സോഷ്യൽ മീഡിയ വർക്കേഴ്സ്, PR വർക്കേഴ്സ് ഏറ്റവും കൂടുതലുള്ളത് പ്രധാനമന്ത്രിക്കാണ്. ഇന്ന് രാത്രി 8:30 പ്രധാനമന്ത്രി വളരെ ഇമോഷണൽ ആയിട്ട് വന്ന് കരയാനുള്ള സാധ്യതയുണ്ട്. ഭാരതത്തിലെ സ്ത്രീകൾ വിവിധ സംസ്ഥാനങ്ങളിൽ അവരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ട് തെരുവിൽ യുദ്ധം ചെയ്യപ്പെടുന്നുണ്ട്. അവർ പല രീതിയിലും പല സ്ഥലങ്ങളിലും സംസ്ഥാനങ്ങളിലും ബലാത്സംഗത്തിന് ഇരയാകുന്നു. അവർ അപമാനിക്കപ്പെടുന്നു. ജോലി സ്ഥലങ്ങളിൽ, സമൂഹത്തിൽ, ജാതിയുടെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ സ്ത്രീകൾ അപമാനിതരായപ്പോൾ, മണിപ്പൂരിലെ അമ്മമാർ കരഞ്ഞപ്പോൾ സ്ത്രീകളുടെ രോദനം കേൾക്കാൻ കഴിയാത്ത നരേന്ദ്രമോദി ഇപ്പോൾ ആട്ടിൻതോലണിഞ്ഞ ചെന്നായെ പോലെ സ്ത്രീ സമത്വത്തിന് വേണ്ടി മുന്നോട്ട് വരികയാണ്. സ്ത്രീ സമത്വം വേണമെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. സ്ത്രീ സമത്വം ഈ 543 കൊടുക്കണം. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഈ സാഹചര്യങ്ങളിൽ അവർക്ക് കൊടുക്കട്ടെ. ഇനി 850 വന്നാൽ 50% സ്ത്രീകൾക്ക് കൊടുക്കട്ടെ. അതിനിവിടുത്തെ പുരുഷ മേധാവിത്വം തയ്യാറാകില്ല. സ്ത്രീകൾ ഈ 33 വിട്ട് 50% വേണ്ടി സമരം ചെയ്യട്ടെ. ഇന്ത്യയിലെ സ്ത്രീകൾ അടിമകളല്ല. അവർ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ തെരുവിലിറങ്ങണം. അല്ലാതെ BJP പറയുമ്പോൾ ചിന്തിക്കാതെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരാകരുത്, ചിന്താശേഷി നഷ്ടപ്പെട്ടു പോകുന്നവരാകരുത് ഇന്ത്യയിലെ സ്ത്രീകൾ. അവർ അവകാശങ്ങളെ പറ്റി ഉത്തമ ബോധമുള്ളവരായിരിക്കണം. സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് ലഭിക്കുന്നത് പോലെയുള്ള വേതനവും ജോലിയും ലഭിക്കണം. അവർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ട് ഇന്ത്യയിലെ സ്ത്രീകൾ അതിനെതിരെ സമരം ചെയ്യുന്നില്ല? സ്ത്രീകൾക്ക് ഇന്നും അബലയായിരിക്കാനാണോ താല്പര്യം? 543 തന്നെ ഞങ്ങൾക്ക് 33% വേണമെന്ന് പറയാൻ എന്തുകൊണ്ട് മടിക്കുന്നു? 33% പോരാ, 50% സീറ്റുകളിൽ ഞങ്ങൾക്ക് തരണം. ഇക്വാളിറ്റി വരണ്ടേ? ആർട്ടിക്കിൾ 14 സെക്സിന്റെ പേരിൽ, കാസ്റ്റിന്റെ പേരിൽ, ഇതിന്റെ പേരിലൊന്നും ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് ഭരണഘടനയുടെ ഏറ്റവും സുപ്രധാനപരമായ ഫണ്ടമെന്റൽ റൈറ്റിന്റെ 1ാമത്തെ ഇതിൽ തന്നെ പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ ബോധവാന്മാരാകുന്നില്ല? അപ്പൊ മോദി നടത്തുന്ന മുതലക്കണ്ണീർ തിരിച്ചറിയാൻ പറ്റണം. കുടുംബജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ, എപ്സീൻ ഫയലുമായി ബന്ധപ്പെട്ട് പല പ്രതിസന്ധികൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട്, സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഞാനല്ല പറഞ്ഞത്, സുബ്രഹ്മണ്യസ്വാമി പറഞ്ഞു. BJPയുടെ മറ്റ് നേതാക്കന്മാർ, സുബ്രഹ്മണ്യസ്വാമി ഇന്നും MP ആണല്ലോ. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കടമെടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ വട്ടനെന്ന് മുദ്ര കുത്തിയാൽ നമ്മൾ അദ്ദേഹത്തെ വട്ടനായി കാണേണ്ടി വരുമോ? രാജ്യസ്നേഹം എന്ന് പറയുന്നത് BJPയിൽ പ്രവർത്തിക്കുക എന്നുള്ളതല്ല. രാജ്യദ്രോഹ നിലപാടുകളാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇന്ത്യയിലെ, ഭാരതത്തിലെ സ്ത്രീകൾക്ക് എതിരെ പ്രവർത്തിക്കുന്നത് രാജ്യദ്രോഹ നിലപാടാണ്. ഡീലിമിറ്റേഷനെ പൊതിഞ്ഞുകൊണ്ട് വനിതാ സംവരണ ബിൽ വരുമ്പോൾ രാജ്യദ്രോഹ നിലപാട് BJP എടുത്തിരിക്കുന്നു, മോദി എടുത്തിരിക്കുന്നു. ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകൾ മുതലക്കണ്ണീരൊഴുക്കുവാണെങ്കിൽ ഇന്ത്യൻ ജനത തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇന്ത്യയിൽ 2023 രാജ്യസഭയിലും ലോകസഭയിലും പാസാക്കി ആർട്ടിക്കിൾ 330A, 332A ഇത്തരത്തിലൊക്കെ പാസ്സാക്കപ്പെട്ട് സ്ത്രീ സംവരണ ബിൽ പാസ്സാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് ഡീലിമിറ്റേഷൻ നടപ്പിലാക്കട്ടെ. കൃത്യമായ രീതിയിൽ ചർച്ച ചെയ്ത് സ്ത്രീകൾ ഇക്വാളിറ്റി അനുഭവിക്കേണ്ടവരാണ്. അത് കൃത്യമായി നൽകേണ്ടതാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. സ്ത്രീകളുടെ സുരക്ഷ, സ്ത്രീകൾ അപമാനിക്കപ്പെടാതിരിക്കുക, സ്ത്രീകളുടെ അവകാശങ്ങൾ അംഗീകരിക്കപ്പെടുക, സ്ത്രീകളെ പൊതുവിൽ അംഗീകരിക്കുക,
സ്ത്രീകൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാനുള്ള അവസരം കൊടുക്കുക. നരേന്ദ്രമോദി ഇത്രയും നാൾ ഇരുന്നില്ലയോ? സ്ത്രീകളോടുള്ള സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം അത് ഷെയർ ചെയ്യാൻ തയ്യാറാകട്ടെ. സ്ത്രീകൾക്ക് ഇക്വാളിറ്റി കൊടുക്കട്ടെ. കോൺഗ്രസ് പാർട്ടി അത്തരത്തിൽ ചീഫ് ജസ്റ്റിസിനെ കൊണ്ടുവന്നിട്ടുണ്ട്, സ്പീക്കറെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇന്ത്യൻ പ്രസിഡന്റിനെ ആദ്യമായി വനിതയെ കൊണ്ടുവന്നു, പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നു. ഇതെല്ലാം മാതൃക കാണിച്ച പാർട്ടിയല്ലേ? BJP ഇന്നുണ്ടായ പാർട്ടിയൊന്നുമല്ല. BJP ഇപ്പോൾ 12 വർഷവും വാജ്പേയി 6 വർഷവും അതിനു മുമ്പ് കൂട്ട് മന്ത്രിസഭയിലൊക്കെ ഭാഗമായിരുന്ന BJP ഏകദേശം 20 വർഷത്തിൽ പുറത്തായി ഇന്ത്യ ഭരിക്കാൻ തുടങ്ങി. ഇന്നും കോൺഗ്രസിനെ കുറ്റം പറയുന്നതല്ലാതെ ഒരു ലിഖിതമായ രീതിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായ ഡെവലപ്മെന്റ് നടത്താൻ BJP കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് BJP എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകൾ കടമെടുക്കുകയാണ്. BJP അല്ല ഇന്ത്യ. BJP ഇന്ത്യയിലെ ഒരു വർഗീയ പാർട്ടി മാത്രമാണെന്ന് അടിവരയിട്ട് പറയുകയാണ്. അതുകൊണ്ട് നരേന്ദ്രമോദിയെയും BJPയുടെയും നയത്തെ തിരിച്ചറിയേണ്ട കാലം അടുത്തിരിക്കുന്നു. കൃത്യമായ രീതിയിൽ ചിന്തിച്ചു പ്രതികരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ പ്രതിപക്ഷത്തെ, അതിന്റെ നേതൃത്വം രാഹുൽ ഗാന്ധിയെയും അകമഴിഞ്ഞ് അഭിനന്ദിക്കാൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്വം. അവർ ജനങ്ങളെ കൊണ്ട് തെരുവിലിറങ്ങുന്നെങ്കിൽ കൃത്യമായി സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രതിപക്ഷം മുന്നിട്ട് വരണം. മോദിജി അഭിസംബോധന ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ രാഹുൽ ഗാന്ധി ഇന്ത്യയെ അഭിസംബോധന ചെയ്യണമെന്നാണ്, ഇന്ത്യൻ ജനതയെ അഭിസംബോധന ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. പോരെ? അഭിസംബോധന എന്തൊരാണ് ഗുലയായാൽ എന്ത്?